നമസ്കാരം. അങ്ങനെ ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ എന്ത് പ്രഖ്യാപിച്ചു? രാജ്യത്ത് ഇലക്ഷൻ പ്രഖ്യാപിച്ചു 5 സ്റ്റേറ്റിൽ: കേരളം, പുതുച്ചേരി, തമിഴ്നാട്, ആസാം, പശ്ചിമ ബംഗാൾ. കേരളത്തിൽ ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ്, മെയ് 4 ഫലം. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ വലിച്ചു പോയത് സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷൻകാരുമാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഇഴച്ച് പറഞ്ഞ് പറ്റിച്ച് അവസാനം 3-ാം മണിക്കൂറിൽ ഒരു ഓർഡർ ഇറക്കി. DA ഞങ്ങൾ തരും 8 ഗഡുക്കളായിട്ട്. ആ ഓർഡർ വളരെ അവ്യക്തമായൊരു ഓർഡറായിരുന്നു. പക്ഷേ ഓർഡറിൽ അവസാനത്തെ പാരഗ്രാഫ് 6-ാമത്തെ ഐറ്റമായിട്ട് പറഞ്ഞു, ഇത് സംബന്ധിച്ച് വിശദമായൊരു ഓർഡർ ഇറങ്ങുമെന്ന് പറഞ്ഞു. എന്നാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വിശദമായൊരു ഓർഡർ ഇറക്കണ്ടേ? 1-2 ഗഡു DA ഏപ്രിൽ മാസത്തെയും മെയ് മാസത്തെയും സാലറിയോടൊപ്പം തരും. ബാക്കിയുള്ള DA പിന്നെ 8 ഗഡുക്കളെന്ന് പറഞ്ഞ് പിന്നെ 6 ഗഡുക്കളേ ഉള്ളൂ. 6 ഗഡുക്കൾ കൃത്യം 6 മാസ ഇടവേളകളിൽ തരുന്നതാണ് എന്ന് കൃത്യമായി പറയണ്ടേ? അല്ലെങ്കിൽ 1 വർഷത്തെ ഇടവേളയിൽ തരുന്നതാണെന്ന് പറയണ്ടേ? ഇതൊന്നും പറയാത്ത ഒരു വേഗ് ഓർഡർ ഇറക്കി. അപ്പോഴേ ഞങ്ങൾ പറഞ്ഞു, ഇത് തട്ടിപ്പാണ്, വെട്ടിപ്പാണ്, പറ്റിപ്പാണ്. അപ്പോൾ സർവീസ് സംഘടനകളൊക്കെ അങ്ങനെയല്ല എന്ന് പറഞ്ഞ ഒരു ലഡു കൊടുത്തവരുണ്ട്, വലിയ പ്രസംഗം നടത്തിയവരുണ്ട്, ഡാൻസ് ചെയ്തവരുണ്ട്, സോഷ്യൽ മീഡിയയിൽ വലിയ ആഘോഷം നടത്തി. ഇപ്പോഴെന്ത് പറയുന്നു? സർവീസ് സംഘടനകളാകട്ടെ, സർക്കാരാകട്ടെ, ബാലഗോപാലാകട്ടെ എന്ത് പറയുന്നു? എവിടെ DA? ഇനി ഇലക്ഷൻ കഴിയാതെ DA കിട്ടുമോ? പുതിയ ഉത്തരവ് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റുമോ? അതേ ഇനി കോടതിയിലൊക്കെ നിൽക്കുന്ന കേസായതുകൊണ്ടും നേരത്തെ ഇറങ്ങിയ ഓർഡർ ആയതുകൊണ്ടും അതിനെ തുടർന്ന് ഓർഡർ ഇറക്കാൻ പറ്റുമോ? വളരെ കൃത്യമായൊരു ചോദ്യമാണ്. ഇതിന് ഉത്തരം പറയാൻ ബാലഗോപാലിന് ബാധ്യതയുണ്ട്. നടക്കില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നന്നായി നിങ്ങൾ പറ്റിച്ചിരിക്കുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ. അടുത്ത ഗവൺമെൻറ് കൊടുക്കാൻ പോണ കാര്യം എന്തിനാണ് ഈ ഗവൺമെൻറ് പറയുന്നത്? അടുത്ത ഗവൺമെൻറ് നിങ്ങളുടേതാണോ, മറ്റുള്ളവരുടേതാണോ, X ആണോ, Y ആണോ, Z ആണോ എന്നറിയില്ലല്ലോ. UDF ആണ് വരുന്നതെങ്കിൽ നിങ്ങൾ UDF എത്ര ഗഡുവായിട്ട് കൊടുക്കണമെന്ന് നിങ്ങളെന്തിനാണ് പറയുന്നത്? അപ്പം നിങ്ങൾ പറയേണ്ടത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നിങ്ങളെ കയ്യിൽ അധികാരമുള്ളപ്പോഴായിരിക്കണം. അത് ചെയ്തില്ല എന്നുള്ളത് ഗുരുതരമായൊരു പ്രതിസന്ധിയാണ്. അത് ചെയ്യാണ്ട് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കയ്യിൽ നിന്ന് പോയി മച്ചമ്പി, എല്ലാം കയ്യിൽ നിന്ന് പോയി. എന്തായാലും DA ആൻഡ് DR ഇപ്പോൾ എത്ര ഗഡുക്കളായിട്ട് കിട്ടുമെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് കിട്ടണമെന്നില്ല. ആദ്യ ഗഡു എപ്പോൾ, ഏത് മാസത്തെ ശമ്പളത്തോടൊപ്പം എന്ന് പറയേണ്ടതുണ്ട്. ബാക്കി ഗഡുക്കൾ ഏതേത് മാസത്തെ ശമ്പളത്തോടൊപ്പം ഏത് വർഷത്തിൽ എന്ന് പറയാത്തടത്തോളം കാലം ട്രഷറിക്ക് അത് കൊടുക്കാൻ പറ്റില്ല. 8 ഗഡു എന്ന് പറഞ്ഞതുകൊണ്ട് ട്രഷറിക്ക് ഇഷ്ടമുള്ള ഗഡുക്കളായിട്ടത് കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ട്രഷറിയിൽ നിന്ന് ആളുകൾക്ക് പണം കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ സാലറി എഴുതുമ്പോൾ അതിൻ്റെ കൂടെ ബില്ല് എഴുതണമെങ്കിൽ തീർച്ചയായും ഏത് മാസത്തെ സാലറി, ഏത് മാസത്തെ DR എന്ന് പറയണം സർക്കാർ. അത് പറയാത്തിടത്തോളം സർക്കാർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും 5.5 ലക്ഷം വരുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെയും 8.5 ലക്ഷം വരുന്ന സർക്കാർ ഈ പെൻഷൻ പറ്റിയ ജീവനക്കാരെയും ഗംഭീരമായി പാൽപ്പായസം കൊടുത്ത് പറ്റിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് വരിയായി നിന്ന് വോട്ടടിക്കാം. എല്ലാ സഹാക്കളും വീടാന്തരം പോയി സർവീസ് സംഘടനകളുടെ കമ്മിറ്റി ഉണ്ടാക്കി അടിയന്തരമായി അതിൻ്റെ ഫ്രാക്ഷൻ കൂടി നിങ്ങൾക്ക് ബൂത്തിൻ്റെ ചുമതലയെടുത്ത് ഓരോ വീടുകളിൽ ചെന്ന് സർക്കാർ സർവീസിലുള്ളവരോടും പെൻഷൻ പറ്റിയവരോടും പറയണം, DAയുടെ ഉത്തരവ് ഞങ്ങൾ ഇറക്കിയില്ലേ, 8 ഗഡുവായിട്ട് തരാമെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് വോട്ടിങ് തന്നേക്കാൻ. ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇപ്പം ഞാൻ പറയുന്നില്ല. അത് ആളുകളുടെ ഒരു മാനസികാവസ്ഥയായിട്ട് ഇരുന്നോട്ടെ. എന്തായാലും ബാലഗോപാൽ നന്നായി പറ്റിച്ചു, വഞ്ചിച്ചു, ചതിച്ചു എന്നാണ് ഒരു ആർക്കും കൊള്ളാത്ത, പ്രയോജനമില്ലാത്ത ഒരു ഉത്തരവിറക്കി എല്ലാവരെയും പറ്റിച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ പറ്റിക്കുന്നത്. ഇതിനെതിരെ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. എല്ലാവരും കൈയടിച്ചു കൊടുത്ത്. പക്ഷേ കൈയടിച്ചവർക്കുൾപ്പെടെ എന്തായാലും ഇലക്ഷന് മുമ്പ് 5 പൈസയും പുതിയ ഓർഡർ വഴി കിട്ടാൻ പോകുന്നില്ല. അതിന് ഇനിയും വിശദമായ ഡീറ്റെയിൽഡായ ഗൈഡ് ലൈൻ ഇറങ്ങേണ്ടതുണ്ട്. അതിറക്കാൻ ഇലക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കഴിയുമോ എന്നതൊരു വലിയ ചോദ്യമാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചെങ്കിലും ഞങ്ങൾ തരും എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദത്തോടു കൂടി ഇനി, കാരണം ഒരു ഉത്തരവ് ഇറങ്ങി, അടുത്ത ഉത്തരവ് ഇലക്ഷൻ കമ്മീഷൻ്റെ അനുവാദത്തോടു കൂടി ഇറങ്ങുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണാൻ. അതിന് സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ എഴുതുമ്പോൾ അവർ പോയി ചോദിക്കാം,
നിങ്ങൾ ഇത്രയും കാലം എവിടെ പോയിരുന്നു, ഇത് നേരത്തെ കൊടുക്കേണ്ടതല്ലേ, നിങ്ങൾ എവിടെയാണ് പോയിരുന്നതെന്ന് ചോദിച്ചാൽ പിന്നെ വീണ്ടും കൊട്ട് കിട്ടും, അടി കിട്ടും. അതുകൊണ്ട് അങ്ങനെ പോകാനുള്ള സാധ്യത, ഗവൺമെൻറ് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട് 8 ഗഡുക്കളായി കൊടുക്കുമെന്ന്. പക്ഷേ ഏത് ഗഡുക്കൾ, ഏത് വർഷം, ഏത് മാസം, 7 മാസത്തെ ശമ്പളം, ഏത് മാസത്തെ DA എന്നൊന്നും പറയാത്തത് കൊണ്ട് ഇത് വളരെ ഒരു വേഗ് ഓർഡറായിപ്പോയി. അങ്ങനെ ഒരു വേഗമായിട്ടുള്ള ഒരു അന്തവും കുന്തവുമില്ലാത്ത, വാലും കീഴും കിഴക്കുമില്ലാത്ത, വാലും തലയുമില്ലാത്തൊരു ഓർഡർ ഇറങ്ങിയപ്പോഴേ പറഞ്ഞു ഇത് നടക്കില്ല, കിട്ടൂല. ഇപ്പോൾ എല്ലാം ക്ലിയറായി, ക്രിസ്റ്റൽ ക്ലിയറാണ്. എന്തായാലും ഇലക്ഷന് മുമ്പേ DA കിട്ടാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. ഇനി ഉദ്യോഗസ്ഥർക്ക് തീരുമാനിക്കാം. കഴിഞ്ഞ 5 വർഷം തുടർച്ചയായി ഓരോ കാര്യങ്ങൾ പറഞ്ഞ് DA തരാം, DR തരാം, കൂട്ടിത്തരാം, കുറച്ച് തരാം, ശമ്പള പരിഷ്കരണം തരാം, അഷ്യൂർഡ് പെൻഷൻ തരാമെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലീവ് സറണ്ടർ തരാം, 5 ദിവസത്തെ ലീവാക്കി തരാം എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ പറ്റിച്ചു. ഈ പറ്റിച്ചതിനൊക്കെ ഉത്തരം ഇലക്ഷനിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ജനങ്ങൾ പറയുമായിരിക്കും, അല്ലെങ്കിൽ അവർ പറയിക്കുമായിരിക്കും. എന്തായാലും വലിയൊരു വിഭാഗം ജനങ്ങൾക്ക് 5.5 ലക്ഷം വരുന്ന സർക്കാർ ജീവനക്കാർക്കും അവരുടെ വീട്ടുകാരും വരുമ്പോൾ 10-25 ലക്ഷം ആൾക്കാരായി, പിന്നെ ഒരു 8.5 ലക്ഷം വരുന്ന പെൻഷൻകാരായപ്പോൾ 10-40, അതായത് 10-75 ലക്ഷം ആളുകൾ. ആകെ വോട്ടർമാർ 2,70,00,000 ആണെങ്കിൽ അതിലൊരു 70 ലക്ഷത്തോളം ആളുകൾ ഇതിനകത്ത് വരുന്നു എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ്. എന്തായാലും രസകരമാണ്, കാര്യങ്ങൾ നടക്കട്ടെ. DAയുടെ കാര്യത്തിൽ ഇനി ആരും വലിയ തീരുമാനമെടുക്കേണ്ട. DA തൽക്കാലം കിട്ടുന്ന ഒരു സാധ്യതയും കാണുന്നില്ല. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ചിന്തിക്കാം DA ആര് കൊടുക്കും. അപ്പോൾ പുതിയ ഗവൺമെൻറ്റാണ്, അത് UDF ആണോ LDF ആണെന്ന് അറിയില്ല. അവർ ആരാണ് വരുന്നു, അത് തരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്നു പാർக்கலாம்.